ഞാനും നിങ്ങളും അടങ്ങുന്ന ഈ സമൂഹത്തെ നിർമ്മിച്ചത് ഏതെങ്കിലും അമേരിക്കൻ കമ്പനിയല്ല, മറിച്ച് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് നമുക്കൊരു സ്രഷ്ടാവുണ്ട്, ഈ ലോകത്തിനൊരു സ്രഷ്ടാവുണ്ട്. ആ സ്രഷ്ടാവ് ഓരോ കാലഘട്ടങ്ങളിലും മനുഷ്യർ എങ്ങനെ ജീവിക്കണമെന്നതിന് കൃത്യമായ മാർഗനിർദ്ദേശം നൽകിക്കൊണ്ട് പ്രവാചകന്മാരെ അയക്കുകയും ചെയ്തിട്ടുണ്ട്. ആ പ്രവാചകന്മാരുടെ കയ്യിൽ വേദഗ്രന്ഥം നൽകുകയും ചെയ്തിട്ടുണ്ട്. ആ വേദഗ്രന്ഥങ്ങളിലെ അവസാനത്തെ പതിപ്പാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത്. അത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെയാണ് അവതീർണമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ എങ്ങനെ ജീവിക്കണം, അവന് ഭയമുണ്ടാകുമ്പോൾ, വിഷമമുണ്ടാകുമ്പോൾ, പ്രയാസമുണ്ടാകുമ്പോൾ അവൻ സമാധാനത്തിന്റെ തീരത്തിലേക്ക് വരാൻ എന്തു ചെയ്യണം, എങ്ങനെ ജീവിക്കണം എന്ന് കൃത്യമായി ആ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അതാണ് മനുഷ്യന്റെ കാറ്റലോഗ് എന്ന് പറയുന്നത്. മറിച്ച് ഞാൻ എനിക്ക് തോന്നിയതുപോലെയുള്ള തത്വശാസ്ത്രങ്ങൾ സ്വീകരിക്കും, ഞാൻ തോന്നിയതുപോലെയുള്ള എണ്ണ എൻ്റെ വണ്ടിയിൽ ഒഴിക്കുമെന്ന് പറഞ്ഞതുപോലെ എനിക്ക് തോന്നിയതുപോലെയാണ് ഞാൻ എൻ്റെ കാര്യങ്ങൾ ക്രമീകരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് എന്നും അശാന്തി മാത്രമേ ഉണ്ടാവുകയുള്ളൂ. സമാധാനവും സ്വസ്ഥതയും ഉണ്ടാകണമെങ്കിൽ ഈ നമ്മെ സൃഷ്ടിച്ച സ്രഷ്ടാവിൽ നിന്നുള്ള മാർഗനിർദ്ദേശം സ്വീകരിക്കാൻ നാം തയ്യാറാകണം. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് എന്നിൽ നിന്നുള്ള മാർഗദർശനം നിങ്ങൾക്ക് വന്നു കിട്ടിയാൽ അത് ആര് സ്വീകരിക്കുന്നുവോ, പിൻപറ്റുന്നുവോ, ഫലാ ഖൗഫുൻ അവർക്ക് ഭയമുണ്ടാവുകയില്ല, അലൈഹിം വലാഹും യഹ്സനൂൻ അവർ ദുഃഖിക്കേണ്ടി വരികയുമില്ല. അപ്പോൾ മനുഷ്യൻ എവിടെ ദുഃഖിക്കുന്നുവോ, എവിടെ ഭയപ്പെടുന്നുവോ അതിനുള്ള കാരണം അവന്റെ സ്രഷ്ടാവായ ആ സ്രഷ്ടാവിന്റെ മാർഗനിർദ്ദേശം സ്വീകരിക്കാതെ പോയി മനുഷ്യനുണ്ടാക്കിയ സ്വന്തം തത്വശാസ്ത്രങ്ങളും സ്വതന്ത്ര ചിന്തകളും അങ്ങനെ ഓരോ ദിവസങ്ങളിലും മാറിക്കൊണ്ടിരിക്കുന്ന തത്വശാസ്ത്രങ്ങളുടെ പിന്നാലെ നമ്മൾ സഞ്ചരിച്ചപ്പോഴാണ് ഇങ്ങനെയുള്ള അബദ്ധസഞ്ചാരങ്ങളിലേക്ക് മനുഷ്യൻ കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്നത്, ഭയമുള്ള ജീവിതത്തിലേക്ക് നാം പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്.